Good morning. Hello, Pushpa. Good morning. She's Lekha. I know. Director സുരേഷ് ബാബു കണ്ടിട്ടുണ്ട്. അപ്പോ എന്റെ ജോലി കഴിഞ്ഞു കേട്ടോ, ഞാൻ പോണു. ആ ചെയർ വിളിച്ചിട്ടിങ്ങോട്ടിരിക്കും. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ഇരിക്കൂ കുട്ടി, come on. Well, thank you. How's your father? He's much better. അച്ചടിച്ചു വരുന്ന തന്റെ പടങ്ങൾ കാണാറുണ്ട്. Attack from malaria. അഭിനയിച്ച പടങ്ങൾ കണ്ടിട്ടില്ല. What age? Oh, വിഷമം തോന്നുന്നത് ഞാൻ അധികം മലയാള ചിത്രങ്ങൾ കാണാറില്ല. കാണാൻ കൊള്ളാത്തതുകൊണ്ട് തന്നെ. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഞാൻ ഉണ്ടാക്കുന്നതും മലയാള സിനിമകൾ തന്നെ. പക്ഷേ ഒരു വ്യത്യസ്ത സിനിമയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അലിവിൽ കുടിക്കാൻ എന്തെങ്കിലും വരുത്തട്ടെ? വേണ്ട സാർ. ഓൾറൈറ്റ്. ഞാനൊരു പുതിയ പടം തുടങ്ങുന്നു. ഒരു പെണ്ണ് വേണം. പലരും വന്നു, പോരാ. അപ്പോഴാണ് ലേഖയുടെ കാര്യം ഓർമ്മ വന്നു. പുഷ്പയുടെ കൂട്ടുകാരി കൂടിയാണെന്ന് അറിഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. മതി, താനെ എനിക്കിഷ്ടമായി. എന്റെ മനസ്സിലുണ്ടായിരുന്ന മുഖം ഇതാണ്. എന്റെ ലേഖ എങ്ങനെയുണ്ട് സാർ? ഭാഗ്യവതി, അഭിനന്ദനങ്ങൾ. മദ്രാസിൽ എപ്പോ വന്നു? 2 വർഷം കഴിഞ്ഞു. ഗുഡ്. അപ്പോൾ എന്റെ കഥാപാത്രത്തിന്റെ ഉള്ളു മനസ്സിലാക്കാൻ ലേഖയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദുഃഖമെന്തെന്ന് പറഞ്ഞു തരേണ്ടതില്ല എന്നർത്ഥം. സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലെത്തുന്ന പെൺകുട്ടികളുടെ ആദ്യകാലങ്ങളൊക്കെ എനിക്കറിയാം. ലേഖ ഒരു എക്സെപ്ഷൻ ആവാനിടയില്ല. നാളെ എന്റെ പ്രൊഡക്ഷൻ മാനേജർ നിങ്ങളുടെ വീട്ടിൽ വരും. ബിസിനസ് കാര്യങ്ങളൊക്കെ അയാളോട് സംസാരിച്ചാൽ മതി. ഓക്കെ? എന്തൊരു മനുഷ്യനാണെന്നറിയാമോ? എല്ലാ പടങ്ങൾക്കും അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് റോള് തന്നത് എന്റെ ഭാഗ്യമാ. കാര്യമൊക്കെ ശരിയാ. പ്രേംസാഗർ സാറിന് ഇഷ്ടപ്പെടുമോ? ഇക്കാര്യത്തിൽ ആരുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല. എന്നാലും അങ്ങേരെ പിണക്കുന്നത് നല്ലതിനാണോ? പടം കുറഞ്ഞു പോകുമായിരിക്കും, സാരമില്ല. കുറെ കഷ്ടപ്പെട്ടതല്ലേ, ഇനിയും കഷ്ടപ്പെടാം. നമുക്കിവിടെ ആരോടമ്മേ കടപ്പാട്? നമ്മളോട് മനുഷ്യത്വം കാണിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒരു പുഷ്പച്ചേച്ചിയോ അൻസാരിയോ കാണും. ബാക്കിയുള്ളവരെല്ലാം... നീ പറയുന്നതൊക്കെ നേരാ. എന്നാലും പിണങ്ങിയാൽ ഉപദ്രവിക്കുന്നവനായാൽ നമ്മളൊന്ന് ചോദിച്ചെന്നെങ്കിലും ഇരിക്കട്ടെ. ഹലോ, വിശാലാക്ഷമ്മയാണോ? എന്താ വിശേഷം? ഓ, ലേഖ അങ്ങനെ പറഞ്ഞോ? ഈ സുരേഷ് ബാബു എന്നൊക്കെ പറഞ്ഞാല് ഒരു ആർട്ട് ഫിലിമിന്റെ ആളുകളാണ്, ഉച്ചപ്പടത്തിന്റെ ആൾക്കാര്. അവര് നമ്മുടെ എതിർ ഗ്രൂപ്പാണ്. ആണ്ടിലൊരിക്കലെങ്ങാനും ഒരു പടം എടുത്തെങ്കിലായി. പറയുന്നത് മനസ്സിലാക്കി വിശാലാക്ഷമ്മേ. വരുന്ന മാർച്ചില് ജയമാലതിയുടെ വിവാഹമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ എല്ലാ പടങ്ങളിലും ലേഖയാണ് ഹീറോയിൻ. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. മാർച്ചിൽ മറ്റവളുടെ കല്യാണമാണെന്ന്. അത് കഴിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അത് കളിപ്പീരാണെന്ന് എനിക്കും അറിയാം. പിന്നെ ഈ സുരേഷ് ബാബു ഒക്കെ വല്ലപ്പോഴും ഒരു പടം ഉണ്ടാക്കുന്നവരാ. പണമൊക്കെ ശരിക്ക് കിട്ടുമെന്ന് എങ്ങനെ അറിയാം? അമ്മ അയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കണ്ട. എനിക്ക് നല്ലൊരു ഡയറക്ടറുടെ പടത്തിൽ അഭിനയിക്കണം. ആരെന്ത് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. വിളിച്ചു പറഞ്ഞേക്ക്. ഓഹോ, അപ്പൊ അതാണോ നിങ്ങളുടെ തീരുമാനം? അതൊരു മോശം കാര്യമൊന്നുമല്ല. എനിക്കറിയാവുന്ന ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സുരേഷ് ബാബു ആളെ സമർത്ഥനാണ്. സിനിമ എന്തെന്ന് അറിയാവുന്ന ആളുമാണ്. എന്നാലും ഇല്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിർബന്ധിക്കാൻ എനിക്കെന്താ കാര്യം? വെച്ചേക്കട്ടെ. This is actually the opening shot. നമ്മൾ ഈ രണ്ട് ഓബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് we gradually zoom back. Then come to this next shot. I don't know when the climate change. അത് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് ഈ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന ഈ 3 ഷോട്ട്സ് ഇതെങ്കിലും എടുത്തില്ല. അത് that is what I am planning.
വണക്കം. ഹലോ ലേഖ. നമസ്കാരം സർ. നമസ്കാരം. യാത്രയൊക്കെ എങ്ങനെ ഇരുന്നു? സുഖമായിരുന്നു. വരൂ. മീറ്റ് മിസ്റ്റർ ചന്ദ്രു, മൈ ക്യാമറമാൻ. എനിക്കറിയാം സർ. ലേഖ അഭിനയിച്ച ചിത്രം ഞാൻ ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. ഐ സി, വെരി ഗുഡ്. ഇത് മിസ്റ്റർ സപ്രു, ഹലോ. എന്റെ അസിസ്റ്റന്റ് ആണ്. യു ഗോ ആൻഡ് റിലാക്സ്. അങ്ങനെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ കാമുകനെ വിശ്വസിച്ച് നാട്ടിലുണ്ടായിരുന്ന ചെറിയ ജോലിയും ഉപേക്ഷിച്ച് ലീന അയാളോടൊപ്പം ഇറങ്ങിത്തിരിക്കുന്നു. അവർ വന്നെത്തുന്നത് ഈ സുഖവാസ കേന്ദ്രത്തിലാണ്. ഒരു ഹോട്ടൽ മുറിയിൽ കുറച്ചു ദിവസം താമസിക്കുന്നു. കാമുകന്റെ ആവേശം കെട്ടടങ്ങിയപ്പോൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഒരു രാത്രി പതിവ് പോലെ കാമുകനെ കെട്ടിപ്പുണർന്നുറങ്ങാൻ കിടന്ന അവൾ രാവിലെ ഉണർന്നപ്പോൾ അവനില്ല. നാട്ടിലേക്ക് അവൾ തിരിച്ചു പോകുന്നില്ല. എന്തുകൊണ്ട്? പാവപ്പെട്ട വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങി പോകുന്നത് കൊണ്ട്. അതൊരു കാരണം. മറ്റൊന്ന്, അവൾ ഗർഭിണിയായിരുന്നു എന്നുള്ളത്. ആ കുട്ടിയെ വളർത്താൻ തന്നെ അവൾ തീരുമാനിച്ചു. സ്വന്തം ശരീരം വിറ്റ്. ഇവിടത്തെ ഓരോ ഹോട്ടലുകളിലും അവൾ മാറി മാറി താമസിക്കുന്നു. വർഷങ്ങളായി. ഇവിടം വിട്ട് അവൾ എങ്ങും പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാമോ ലേഖയ്ക്ക്? തന്നെ നശിപ്പിച്ചിട്ട് പോയ കാമുകൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണ്ട്. കറക്റ്റ്. യു ഗോട്ട് ദി ക്യാരക്ടർ. അയാളെ കാണുമ്പോൾ ഇത്തരം ഒരു കഥാപാത്രം എങ്ങനെ റിയാക്ട് ചെയ്യും അത് പറയാമോ? പൊട്ടിത്തെറിക്കും. കറക്റ്റ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്റെ സിനിമയിലെ ഏറ്റവും വലിയ മുഹൂർത്തം അതാണ്, നിന്റെ അഭിനയത്തിൽ. വാസന്തി, ക്ഷമിക്കണം സർ. കടന്നു വരൂ. ഞാൻ പോയേക്കാം സർ. Come on, be seated. ലേഖ, മനസ്സിലായില്ലേ? അറിയാം സർ. ഇത് വാസന്തി. എന്റെ എല്ലാ ചിത്രങ്ങളിലും എന്തെങ്കിലും ഒരു വേഷം കാണും. ഇരിക്കും. ഇരിക്കുന്നില്ല സർ. എനിക്കൊരു പെഗ് വേണമായിരുന്നു. സാറിന് മുറി കാണുമെന്ന് എനിക്കറിയാം. എടുത്ത് കഴിച്ചോളൂ. ഊണിന് മുമ്പ് ഒരു പെഗ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. അതുകൊണ്ട് സർ. വാസന്തി ഒരു കന്യാസ്ത്രീയുടെ വേഷമായി ഈ പടത്തിൽ ചെയ്യുന്നത്. ഞാൻ പോകുന്നു സർ. മതിയോ? മതി സർ. ലേഖ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി ഒന്ന് വായിക്കും. ഇതാകെ വായിച്ചു കഴിയുമ്പോഴേക്കും ലേഖയ്ക്ക് ഒരു പുനർജന്മം കിട്ടും എന്ന് എനിക്കറിയാം. ലീനയായിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഉറക്കം നിന്ന് വായിക്കണ്ട, നാളെ വർക്കുള്ളതാ. പ്ലീസ്. എന്താ? ഞാൻ കൃഷ്ണദാസ്. ഈ പടത്തിൽ എനിക്കൊരു വേഷമുണ്ട്. ഗുഡ്. ഞാൻ മുറിയിലേക്ക് വെക്കട്ടെ. ലേഖ അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക്സ്. ലേഖയുടെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇത് എവിടെയായിരുന്നു ശാന്തമേ? എത്ര നേരമായി ഇതെല്ലാം വെച്ചോണ്ട് കാത്തിരിക്കുന്നത്? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. എങ്കിൽ പിന്നെ കഴിച്ചു തുടങ്ങിയേക്കാമെന്ന് വെച്ചു. അമ്മാവൻ അല്പം വെള്ളം കുടിക്കും. சாப்பாடு எடுத்து வைக்கட்டுமா? செல்வி சாப்பிட்டு படுத்துக்கோ, நான் அப்புறம் சாப்பிட்றேன். സൗവർണ പാത്ര
മൂടി വച്ചൊരൻ ദുഃഖമേ പോരൂ. എന്താ ചോദിച്ചത്? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പറയാനുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാവും. കഴിഞ്ഞ ദിവസം ലേഖ എന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചില്ലേ? പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് തോന്നി നിന്നോട് പറയുന്നത് ഒരു ആശ്വാസമായിരിക്കും. സത്യം പറഞ്ഞാൽ അകലങ്ങളിൽ ഔട്ട്ഡോർ പോകുന്നതാണ് എനിക്കിഷ്ടം. വീട്ടിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയുമല്ലോ. വീടിനോട് അത്രയ്ക്ക് വെറുപ്പാണോ? സ്നേഹം തോന്നേണ്ട കാര്യങ്ങളൊന്നും അവിടില്ല. മകൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു. അവൾ വീട്ടിലുള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ്. പകൽ തമ്മിൽ കാണുന്നതിന് ഒരു അത്ഭുതമാണ്. രാത്രിയിൽ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്നത് കാണാറുണ്ട്. അതെന്താ അങ്ങനെ? ഒരു കലാകാരനെ മനസ്സിലാക്കാനുള്ള സന്മനസ് അവൾക്കില്ല. ഞാനൊരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച ഒരുതരം റിബലായിരുന്നു. ഞാനൊരു കോംപ്രമൈസ് ചെയ്തതാണ് ഈ കല്യാണം. അതായത് അച്ഛന്റെയും അമ്മയുടെയും വാക്കനുസരിച്ചു എന്നർത്ഥം. ലേഖയ്ക്ക് ഏതാണ്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സാറിന്റെ പടങ്ങളൊന്നും അവര് കാണാറില്ലേ? സിനിമ കാണുന്നത് തന്നെ ഒരുതരം പാപമാണെന്നാണ് അവൾ കരുതുന്നത്. ഈ പേരും പെരുമയും അവാർഡും ഒക്കെ എന്തിനാണെന്ന് അവൾ കൂടെ ചോദിക്കാറുണ്ട്. ഞാനെന്ത് മറുപടി പറയും? പിന്നെ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളൊക്കെ അവൾക്ക് പകരമാണെന്നാണ് അവളുടെ ധാരണ. അവൾക്ക് വേണ്ടി എന്റെ കലാജീവിതം ഞാൻ ഉപേക്ഷിക്കണം. പറയൂ പറയൂ. എനിക്കറിയില്ല. ഇവന്റെ ഭാര്യയാണല്ലേ? ഇവനെ വിശ്വസിക്കരുത്. ഒരിക്കൽ ഞാൻ ഇവന്റെ കൂടെ ഭാര്യയെ പോലെ കഴിഞ്ഞവളാ. നമുക്ക് പോവാം. ഭ്രാന്തിയാണ്. എന്റെ ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ എനിക്കിപ്പോഴാണ് ഉണ്ടായത്. ഇവിടം വിട്ട് അല്ല, അങ്ങേ വിട്ടു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ലേഖ, ഇതൊരു പിരിയലായി കരുതണ്ട. നാം ഇനിയും കണ്ടുമുട്ടു. അതാണ് ഡെസ്റ്റിനി എന്ന് തോന്നുന്നു. മുമ്പൊരിക്കലും ഒരു നടിയോടും എനിക്കിങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. ലേഖ പറ്റുള്ളൂ. ഞാൻ മദ്രാസിലെത്താൻ ഇനിയും 2 ദിവസം വൈകും. എത്തിയാലുടൻ ഫോൺ ചെയ്യാം. വി വിൽ മീറ്റ് ഓൾസോ, റൈറ്റ്? പോവുകയാണല്ലേ? അതെ, വരട്ടെ. ഞാൻ നാളെ മദ്രാസിലെത്തും. ഒരു ദിവസം ലേഖയുടെ വീട്ടിൽ വരാം. നടക്കട്ടെ? മദ്രാസിൽ വന്നിട്ട് കാണാം. ശരി, കാണാം. ശരി. വണ്ടി വരും. ഈ പടം ഒന്ന് റിലീസായി കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരം ആരാ? നമ്മുടെ ശാന്തമ്മ. ലേഖ എന്ന് പറയടാ. അവന്റെ ഒരു കാന്തമ്മ. അത് തന്നെ ലേഖ. പക്ഷെ അതൊന്നും അവളുടെ കഴിവല്ല. പിന്നെ ആരുടെ കഴിവാ? ഡയറക്ടർ സുരേഷ് ബാബുവിന്റെ കഴിവാണ്. എന്താ ചേച്ചി, പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്യുന്നൊന്ന് കാണേണ്ട കാഴ്ചയാ. ഈ ഇരിക്കുന്ന നമ്മുടെ അമ്മയില്ലേ, പുള്ളിക്കാരന്റെ കയ്യിലോട്ട് കൊടുത്താൽ ഒറ്റ ആഴ്ചക്കുള്ളിൽ 1-ാം തരം ഒരു നടിയാക്കി തിരിച്ചു തരും. അപാര കഴിവ്. എന്നാ പിന്നെ നീ എന്നെ കൂടെ കൊണ്ടുപോടാ ദുഷ്ട. കണ്ടോ വയസ്സായിട്ട് താരമാകാനുള്ള ഒരു കൊതി. ഈ പടം ഒന്ന് പുറത്ത് വന്നോട്ടെ. അവളുടെ തുക ഞാൻ 50,000 ആക്കും. അവിടെ നിന്ന് മേലോട്ട് പോയാൽ മതി, താഴോട്ട് വരണത്. ഓരോ പടത്തിലും ഞാൻ തുക കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മദ്രാസിൽ ഞാനൊരു വീട് വയ്ക്കും. കൊട്ടാരം പോലൊരു വീട് വയ്ക്കണം. ஹலோ. வந்திருக்கு. பாம்பேல இருந்து ஒரு நல்ல பார்ட்டி, ஹிந்தி படம் எடுக்கிறவங்க பழக்கப்படுத்திட்டா உனக்கு பிரயோஜனப்படும். லேகாவை கூப்பிடு, நான் பேசுறேன். മോളെ രാമയ്യനാ ഫോണിൽ. ഹലോ,
മേലാൽ ജാമ്യം ഇതിനു വേണ്ടി ഇങ്ങോട്ട് വിളിക്കരുത്. ഇതിവിടെ അവസാനിച്ചിരിക്കുന്നു. And the award for the best actress of the year goes to Kumari Lekha for her performance in the Malayalam film Oru Veshiyode Katha. Congratulations. Thank you. How are you? Fine. How are you? അമ്മേ, ഇതാണ് മിസ്റ്റർ കൃഷ്ണദാസ്. ആഹാ, മനസ്സിലായി. You know what she is. ഇതെല്ലാം കൂടെ എങ്ങനെ ഭയങ്കര പ്രോബ്ലം ആയിട്ട് വാങ്ങി. ഹലോ നളിനി, ഹായ്. Thank you. ഇറങ്ങുന്നില്ലേ? നേരം വളരെ ഇരുട്ടി, ഇനി ഒരിക്കല. ലേഖേ, ഐ ഫീൽ വണ്ടർഫുൾ. ഒരിക്കലും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോകാം. പോകാം. എവിടെ? എവിടെയും. അമ്മയോട് ചോദിക്കണ്ടേ? ചോദിക്കണോ? ചോദിച്ചിട്ട് വരാം. ഇപ്പൊ വേണ്ട. ഇറ്റ് ഈസ് ടു ലേറ്റ്. ഇനി ഒരിക്കല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ നീ വിളിക്കും.